കൊള്ളാം, ക്ലാസിക് പടമാണ്. ഒന്നും പറയില്ല, ബ്ലോക്ക് ബസ്റ്റർ അത്ര തന്നെ, വേറെ ഒന്നും പറയാം. ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് വന്നിട്ട് കാര്യമൊന്നും അങ്ങനെയൊന്നും. കാറ്റ് പോയ വളി പോലെ ആയിപ്പോയി, പറഞ്ഞിട്ട് എന്തിരിക്കേ. എന്തൊക്കെ എഫർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാലും പുള്ളി നല്ല രീതിയിലുള്ളൊരു കഥ ചൂസ് ചെയ്യാതെ ഈ പരിപാടി മുന്നോട്ട് പോകില്ലെന്ന് പുള്ളിക്ക് ആരുടെങ്കിലും പോയി സ്ട്രോങ് ആയിട്ട് പോയി സജസ്റ്റ് ചെയ്യണം. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബാക്ക്. നമ്മൾ കാത്തിരുന്ന സൂര്യപടം എന്ന് പറഞ്ഞ ഇതാണ്. സൂപ്പറായിരുന്നു. നമ്മൾ പ്രതീക്ഷയിലേക്കാളും കുറച്ചുകൂടി നന്നായിട്ടുണ്ടായിരുന്നു. കങ്കുകളുടെ ക്ഷീണമൊക്കെ മാറുമല്ലോ? ഉറപ്പായിട്ടും മാറും. കളിയാക്കലെല്ലാം നമുക്ക് അവസാനിപ്പിക്കും. ഉറപ്പായിട്ടും മാറും. സൂപ്പറായിരിക്കും മൂവി. എങ്ങനെയാണ് സൂര്യ കാണാൻ എങ്ങനെയുണ്ട് സ്ക്രീനിൽ? പൊളി ലുക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ലുക്കായിരുന്നു. സെറ്റായിരുന്നു. ആക്ഷനൊക്കെ പറയാനില്ല, സൂപ്പറാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. മോശമല്ല, അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, മൊത്തത്തിലെല്ലാം കൊള്ളാം. പുതിയ സൂര്യയെല്ലാം തിരിച്ചു വരവാണ്. ഒരു രക്ഷയില്ല. സൂര്യാണ് ബാക്ക്. കങ്കുകളുടെ ഫീലിങ്സ് സ്റ്റാർട്ട് ഫിലിം സ്റ്റാർട്ടും തൊട്ട് കഴിയണവരെ പൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബാക്ക്. ബ്രോ ശോകമാണ്. വിഷമത്തിലാണ് കാര്യം. അയൻ പോലെ വന്നപ്പോഴത്തേക്ക് എന്തൊരു പറയേ, കാറ്റ് പോയ വളി പോലെ ആയിപ്പോയി, പറഞ്ഞിട്ട് എന്തിരിക്കേ. അല്ല, ഞാൻ ഇങ്ങനെ കളിയാക്കി പറയണതല്ല. ഇനിയെങ്കിലും സൂര്യണ്ണൻ നല്ല സ്ക്രിപ്റ്റിംഗ് ഒക്കെ നോക്കി പടങ്ങൾ ചെയ്യണമെന്നാണ്. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പോലെയാണ് അയാൾ കാർത്തിക് എടുത്ത് വെച്ചേക്കണത്. അടിപൊളി, സൂപ്പർ. സൂപ്പർ പടം ചേട്ടാ, അടിപൊളി പടം, കിട്ടില്ല പടം. നല്ല കമ്പാക്ക്, സൂര്യനെ വൻ കമ്പാക്ക് തന്നെ. കിട്ടില്ല, ക്ലൈമാക്സ് ഒന്നും രക്ഷയില്ല. ഫസ്റ്റ് ഹാഫാണ് ഒത്തുകൂടെ ഇഷ്ടപ്പെട്ടത്, പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളി കിടലായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഒരു ആക്ഷൻ തന്നെയാണ് മെയിനായിട്ട്. കുഴപ്പമില്ല, കൊള്ളാം, ഗുഡ് സെറ്റ് സിനിമ. കിട്ടില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ സിനിമ. കൊള്ളാം ബ്രോ, പടം ഉണ്ട്. ഇഷ്ടപ്പെട്ടു. ഗെട്ടപ്പൊക്കെ അടിപൊളി. നല്ല പടം ചേട്ടാ, അടിപൊളി പടം. എടുത്ത് പറയാൻ എന്താ ഇഷ്ടപ്പെട്ടത്? എല്ലാം കൊള്ളാം. മേക്കിംഗ് ആയാലും എല്ലായാലും കഥയായാലും നല്ല കറക്റ്റ് റെട്രോ പടം കൊള്ളാം. കിൻഡലിടി അത് തന്നെ. സന്തോഷം ആരാണ് അറിയാലോ. പിന്നെ സുബിരാജിന്റെ പടമാണ്. പിന്നെ സൂര്യ പിന്നെ തീർച്ചയായും പിന്നെ സൂര്യക്ക് വേണ്ടി വല്ല മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ പെർഫോമർ ആരാ? സൂര്യാണല്ലോ. കയ്യിൽ കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ലേ, വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. സൂര്യന്റെ തിരിച്ചു വരവ് തന്നെയാണ്. കാർത്തിക് സുബ്രാജ് തിരിച്ച് കൊണ്ടുവന്നു അണ്ണനെ. വേറെ ഒന്നുമില്ല. കളിയാക്കിയവർക്കെല്ലാം ഒരു മറുപടി ആയിരിക്കും സിനിമ. എന്താ തീർച്ചയായും വെറൈറ്റി സ്റ്റൈല്, എല്ലാവരും അഭിനയം കിട്ടില്ല, ഒന്നും പറയാനില്ല. അണ്ണൻ്റെ നല്ലൊരു കമ്പാക്കാണ് തിരിച്ചു. കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുന്ന ഒരു വാക്കിന് മീനിങ് തന്നെയായിരുന്നു പടം. നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ടൈപ്പിലുള്ള പടം തന്നെയാണ്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ടൈപ്പിലെ പടം ആണെങ്കിലും സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ശൈലിയും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജിഗർദണ്ഡ ഡബിൾ ഡീലക്സ് നോക്കുന്ന പോലെ അതിലും പുള്ളി ഇപ്പോൾ ലോറൻസിനെ യൂസ് ചെയ്ത് ലോറൻസിൻ്റെ ശൈലിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സൂര്യയുടെ അൾട്ടിമേറ്റ് സൂര്യ എന്ന് പറയുന്ന ഒരു പെർഫോമറിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നല്ല മ്യൂസിക് ഉണ്ട്. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. സൂര്യയുടെ ലവ് ട്രാക്ക് ഭയങ്കര അഭിപ്രായം നേടിയതാണ്. അത് സിനിമയിൽ അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു നമ്മളിപ്പം മാസ് മസാല പടം എന്ന് പറയാൻ പറ്റില്ല, ഇത് റൊമാൻറ്റിക് പടം പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ അൾട്ടിമേറ്റ് പുള്ളിക്കാരൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴൊക്കെ ഉള്ളൊരു സാധനം, കുറച്ച് ഗൂസ് ബം സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. പിന്നെ നല്ലൊരു ആക്ഷൻ പടവുമാണ്. നല്ല ആക്ഷനും ഉണ്ട് എന്ന് പറയാം. ആക്ഷൻ പടമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് ഞാൻ സൂര്യയുടെ ഒരു പടം തിയേറ്ററിൽ വന്ന് കാണുന്നത്. സൂപ്പറായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് കാണുന്ന സൂപ്പർ സിനിമയായിരുന്നു. ഇഷ്ടപ്പെട്ട എന്താ സിനിമയ്ക്കകത്ത്? ഫൈറ്റ് സീൻ കൊള്ളാം, ക്ലാസിക് പടമാണ്. ഒന്നും പറയില്ല, ബ്ലോക്ക് ബസ്റ്റർ അത്ര തന്നെ, വേറെ ഒന്നും പറയാം. ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് വന്നിട്ട് കാര്യമൊന്നും അങ്ങനെയൊന്നും. പക്ക കാർത്തിക് സുബ്രാജ് പടം, പുള്ളിയുടെ ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് പടം തന്നെയാണ്. പക്ക കാർത്തിക് സുബ്രാജ് പടം. പക്ഷേ എന്താ പറയുക, നിങ്ങളിപ്പം അത് ശ്രദ്ധിച്ചിരുന്ന് കാണണം, എന്നാലേ കഥ ഏകദേശം മനസ്സിലാവുള്ളൂ. ഓവറായിട്ട് മറ്റേ സൂര്യയുടെ മാസം പറഞ്ഞിട്ട് അതിൽ സൂര്യ നമുക്കൊന്ന് തിരിച്ചു കാണാം. ക്ലാസിക് സാധനം, ഒരു ഫാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ക്ലാസിക് സാധനം. കുറേ കാലം എടുത്ത് ഇതുപോലെ നല്ലൊരു പടം കാണാനായിട്ട് ആസ് എ ഫാൻ ഐ എം ഹാപ്പി. ട്രെയിലറിലൊക്കെ ലവ് ട്രാക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നല്ലോ. അപ്പോൾ ലവ് ട്രാക്കൊക്കെ നമുക്ക് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നത്, സ്പോയിലറായിട്ട് പറയുന്നതല്ല, ഒരു നമ്മുടെ മെയ് ദിനത്തിന് പറ്റിയൊരു മെസ്സേജോടുകൂടിയാണ് പടം തീരുന്നത്. ലവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മെയ് ദിനത്തിന് പറ്റിയൊരു മെസ്സേജോടുകൂടിയാണ് പടം തീരുന്നത്. തൊഴിലാളി ദിനത്തിന് പറ്റിയൊരു മെസ്സേജ് കാണാൻ പറ്റിയ ഒരു സിനിമ ഷുവറായിട്ട് കാണാം. ആ പടം കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഇത്തിരി ചെറിയ എല്ലാവരും കൊള്ളാം. സൂര്യ ആറ്റിറ്റ്യൂഡൊക്കെ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഫൈറ്റ് എല്ലാം നന്നായിട്ടുണ്ട്. പടം നമ്മൾ പ്രതീക്ഷിച്ചില്ല.
പടം കംബാക്കാണ്, പൊളിക്കും. സിനിമ എനിക്ക് പേഴ്സണലി വർക്കൗട്ടായില്ല. യാതൊരു പൊതുവയില്ലാത്തൊരു സ്റ്റോറി ലൈനാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ തിരക്കഥ നല്ല രീതിയിൽ വലിച്ചു നീട്ടിയിട്ടുണ്ട്. പിന്നെ പ്ലസ് ഒരു രക്ഷകൻ ടാഗ് കൂടെ സൂര്യയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിനിമ കഴിയുന്നതോടെ. അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാലും പുള്ളി നല്ല രീതിയിലുള്ളൊരു കഥ ചൂസ് ചെയ്യാതെ ഈ പരിപാടി മുന്നോട്ട് പോകില്ലെന്ന് പുള്ളിക്ക് ആരുടെങ്കിലും പോയി സ്ട്രോങ് ആയിട്ട് പോയി സജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കാർത്തിക് സുബ്ബരാജിൻ്റെ ഒറ്റ പ്രതീക്ഷയിലായിരുന്നു ഞാനിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഒരു കാണുമെന്നുണ്ടായിരുന്നു. പടം കൊള്ളാം, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, ടൈം പാസ് നല്ല ഒരു സിനിമയാണ്. അതിന് പറ്റിയ സിനിമയാണ്. ഡയലോഗ്സും പിന്നെ ആക്ഷനൊക്കെ കൊള്ളാം. പടം സൂപ്പറാണ്. നമ്മൾ കാത്തിരുന്ന സൂര്യ പടം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ ശരിക്കും എടുക്കാൻ അറിയാന്നുള്ള ആളെ കയ്യിൽ കൊടുത്ത നല്ല സൂപ്പറായിട്ട് സിനിമ എടുത്തിട്ട് സിനിമ കണ്ട് കുറച്ച് നിരാശപ്പെട്ടു. പക്ഷേ ഈ പടം സൂപ്പർ എന്നേ പറയാൻ പറ്റും. ജയറാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ വേറെ ലെവലായിരുന്നു. സൂര്യ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി? സൂപ്പർ.